സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ തീർപ്പാകാൻ വൈകുന്നതിന് കാരണം ഫോറൻസിക് പരിശോധനകളുടെ കാലതാമസമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. ഫോറൻസിക് ലബോറട്ടറികളിൽ കെട്ടിക്കിടക്കുന്നത് 1,00,000-ലധികം കേസുകളാണെന്നും പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു. അഞ്ജു ജയപ്രകാശ് നൽകും കൂടുതൽ വിവരങ്ങൾ. അഞ്ജു ജയപ്രകാശ്, അതിക്രമ കേസുകൾ എന്തുകൊണ്ട് വേഗത്തിൽ തീർപ്പാക്കുന്നില്ല എന്ന ചോദ്യത്തിനുത്തരം അത് ഫോറൻസിക് പരിശോധനകളുടെ കാലതാമസമാണ് എന്ന് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു വെക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ സുജിയ, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമ കേസുകളുടെ എണ്ണം മാത്രമാണ് 1,00,000-ലധികം വരുന്നത്. 2018 രജിസ്റ്റർ ചെയ്ത കണക്കുകളുടെ എണ്ണം 6,506 ആണെങ്കിൽ 2022 അത് 13,273 എത്തുന്നു. അങ്ങനെ 5 വർഷം കൊണ്ടുള്ള കണക്കുകളുടെ എണ്ണമാണ് ഇത്രയധികമുള്ളത്. അത് 1,00,000-ന് മുകളിലായിരുന്നു. അതിൽ ഇനിയും തീർപ്പാകാനുള്ളത് 1,00,000-ലധികം കേസുകളാണുള്ളത്. ഇനി 2023 കണക്ക് ഈ മാർച്ചോട് കൂടി എത്തുകയാണെങ്കിൽ ഇതിന്റെ കണക്ക് ഇതിലധികം കൂടുമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങൾ. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാട്ടുന്നത് മതിയായ ജീവനക്കാരില്ലാത്തതാണ് ഈ പരിശോധനാ ഫലം വൈകുന്നതിന് കാരണം. മാത്രമല്ല, ഈ കേസുകൾ തീർപ്പാക്കാത്തതിന് കാരണം ഈ പരിശോധനാ ഫലം വൈകുന്നതാണ്. ഇതടക്കമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ കണക്കുകളൊക്കെ ചൂണ്ടിക്കാട്ടി പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുള്ള ഇത് പ്രകാരം 28 പുതിയ സയന്റിഫിക് ഓഫീസർ തസ്തിക കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ലബോറട്ടറികളിൽ സാങ്കേതിക വിഭാഗത്തിന്റെ അംഗബലം 140 ആണ്. പക്ഷെ ആവശ്യപ്പെട്ടത് 98 പേരെയാണെങ്കിൽ നിലവിൽ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത് 28 പുതിയ തസ്തികകൾ മാത്രമാണ്. ഇതുകൊണ്ട് ഇത്രയധികം കേസുകൾ തീർപ്പാക്കാൻ സാധിക്കുമോ എന്ന സംശയത്തിലാണ് നിലവിൽ സയന്റിഫിക് വിഭാഗം അടക്കമുള്ളത്, ഫോറൻസിക് വിഭാഗം അടക്കമുള്ളത്. നിലവിൽ തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറി, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നീ റീജിയനുകളിലാണ് പുതിയ നിയമനം ഉണ്ടാകാൻ വേണ്ടി ശരി അഞ്ജു, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. 1,00,000-ഓളം കേസുകളിൽ പരിശോധനാ ഫലം കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്.